യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പോലീസ് ഇടപെട്ട ആക്സിഡന്റ് കേസ് ഒതുക്കി തീർത്തത്. ഇനി ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാ എല്ലാത്തിനെയും പിടിച്ച് അകത്തിടും. അയ്യോ, അങ്ങനെയല്ല സാറേ. ഇന്ദ്രൻ പണത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിലാ. പല വഴി നോക്കിയിട്ടും പണം കിട്ടിയില്ല. സോന എവിടെ? അവളെ വിളിക്കേ. ഞാൻ പറഞ്ഞത് സത്യോ സാറേ. സോനി ഇവിടെ അല്ല താമസം. അവളിങ്ങോട്ട് വന്നിട്ടെന്ന് അറിഞ്ഞാ ഞങ്ങള് വന്നത്. എന്റെ ദൈവമേ, എന്താ മറുപടിയില്ലേ? സോനയോട് വന്നില്ലേ? വന്നിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല സാറേ. കള്ളം പറഞ്ഞാൽ സംസാരീതി മാറും. പറഞ്ഞേക്കാം. അയ്യോ, സത്യമാണ് സാറേ. അല്ല, സോനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സത്യന് അവരെ ഇവിടെ ഒന്ന് മാറ്റി. അവൻ അവരെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അത് ഞങ്ങൾക്കറിയില്ല സാറേ. അതെ സാറേ, അവരെവിടേക്കാ പോകുന്നെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. വന്നോ? എവിടേക്കാടാ നീ നിന്റെ അനിയത്തിയെ മാറ്റിയത്? പറയടാ, അവരെ നീ എവിടെ കൊണ്ടുവന്നാക്കിയത്? എനിക്കറിയില്ല സർ. നീ എന്താ പോലീസിനെ പൊട്ടം കളിപ്പിക്കാനോടാ? നിന്റെ ചേട്ടനും അനിയത്തിയും എവിടെയാണെന്ന് നിനക്കറിയാം. സർ, ഞാൻ സത്യമോ പറയുന്നേ. സോനയും ശ്യാമും ഇവിടെ വന്നിരുന്നു, അത് സത്യമോ. പക്ഷേ അവരിപ്പോ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. അവരെ നീ എവിടെ കൊണ്ടുവന്നാക്കിയത് പറയിപ്പിക്കാൻ എനിക്കറിയാം. ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. സാറേ, അവനെ കൊണ്ടുപോകരുത് സാറേ. ഞങ്ങൾ പണം എത്തിക്കാൻ സാറേ. അവനെ കൊണ്ടുപോകരുത്. അതെ സാറേ, ഇന്ദ്രൻ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ പണം കൊണ്ടുതരും. സാർ, എന്നെ കൊണ്ടുപോകല്ലേ. പണം തന്നില്ലെങ്കിൽ എങ്ങനെ വാങ്ങണമെന്നറിയാം. അയ്യോ, കൊണ്ടുപോകല്ലേ സാറേ. അവനെ കൊണ്ടുപോകല്ലേ സാറേ. പൈസ എങ്ങനെയെങ്കിലും എത്തിച്ചേക്കാം സാറേ. അവനെ കൊണ്ടുപോകല്ലേ. സർ, അയ്യോ ബാനുമ്മേ. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും ബാനുമ്മേ? നീ വേഗം ഇന്ദ്രനെ വിളിച്ച് കാര്യം പറ. സ്വിച്ച് ഓഫാ. എത്ര ഏട്ടാ? 100. ശരി. ആഹാ, സോന, നിങ്ങള് വഴിമാറി വന്നൊന്നല്ലല്ലോ? അല്ല ഏട്ടത്തി, ഇവിടേക്ക് തന്നെ വന്നത്. ഭാവേ, ശ്യാമക്കുട്ടി, നമുക്ക് വിച്ചുവേട്ടനെ കാണണ്ടേ? വാ സോന, വാ ശ്യാം. ഓ ഓ ഓ, വാ, കേറി വാ. വാ, ഞാനേ അച്ഛനെ വിളിക്കാം. അച്ഛാ, അച്ഛതേ ആരാ വന്നേക്കുന്ന നോക്കേ. ഞാൻ കുഞ്ഞിനെ ഒന്ന് കിടത്തട്ടെ. സോനമോളെ, വാ, ഇരിക്കേ മോളെ, ഇരിക്കേ. ശ്യാമൊന്നും മെലിഞ്ഞോ? ശ്യാമ ഇവിടെ തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും കൂടി വീണ്ടും ഒരുമിച്ച് കണ്ടല്ലോ, സന്തോഷായി. മാഷിനെ സുഖാണല്ലേ? എപ്പോഴത്തേം പോലെ പോകുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായി ലോകത്ത് ആരും തന്നെ ഇല്ലല്ലോ. അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുന്നതും ഒരു സുഖാണല്ലോ. ആരൊക്കെയാ ഇത്? എന്താ രണ്ടാളും കൂടി ഈ വഴിക്ക്? അല്ല, കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ സോന? അല്ല, സത്യന്റെ കല്യാണം വല്ലതും ഓർപ്പിച്ചോ?
അല്ല, അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ക്ഷണിക്കാനല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇടയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സത്യന്റെ കല്യാണം ഞങ്ങൾ ക്ഷണിച്ചിട്ടാണോ ചേച്ചി നിങ്ങൾ അറിയേണ്ടത്? ആ കല്യാണം നടത്തി കൊടുക്കേണ്ടതല്ലേ നിങ്ങളൊക്കെ? അങ്ങനെ ഒരു ബന്ധമൊന്നും ഇപ്പൊ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഇല്ല ശ്യാമേ. അതൊക്കെ എന്നെ അവസാനിച്ചതാ. ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എന്റെ അമ്പിളി, വന്ന കാര്യം വന്നവരാദ്യം പറയട്ടെ, അല്ലാതെ ചോദ്യവും ഉത്തരവും ഒക്കെ നീ തന്നെ അങ്ങോട്ട് പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? നിങ്ങൾക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും വരാം, അതിനി പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. പിന്നെ നിങ്ങൾ ഇപ്പൊ വന്നത് സുശീലയും ഇന്ദ്രനും അറിഞ്ഞുകൊണ്ടാണെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. അല്ല മാഷെ, ഞങ്ങളിങ്ങോട്ട് വരുന്ന കാര്യം അമ്മയ്ക്കും ഏട്ടനും അറിയില്ല. പക്ഷേ സത്യനറിയാം. സത്യന് മാത്രമേ അറിയൂ. അവനാ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക മാഷെ. സോനൊരു കേസിൽപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം എന്ന നിലയിലാണ് സത്യൻ ഞങ്ങളോട് മാഷിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. കൊള്ളാം. പോലീസ് ഇവിടെ വന്ന് പ്രതിയെ ഒളിപ്പിച്ചതിന് അനന്തമാഷിനെ പിടിച്ചോണ്ട് പോയാ സത്യന് പ്രശ്നമൊന്നുമില്ലല്ലോ. നാണക്കേട് ഈ കുടുംബത്തിന് മാത്രമല്ലേ ഉള്ളൂ. അമ്പിളി, നീ ഒന്നും മിണ്ടാതിരിക്കൂ. ഞാനും ഇവരും കൂടി സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ഞാൻ കേട്ടതിന്റെ മറുപടിയാ പറഞ്ഞതച്ചാ. സത്യന് ഓരോരുത്തരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ മതിയല്ലോ. സത്യൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതേ അവൻ അനന്തം മാഷിലുള്ള വിശ്വാസം കൊണ്ടാ. എന്ത് വില കൊടുത്തും ഇവരെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്. അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. നീ ഇനി ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. അച്ഛനെ നാട്ടുകാരെ മുഴുവൻ സംരക്ഷിക്കാം. രഘുവേട്ടൻ ജയിലിൽ പോയപ്പോ മാത്രം സഹായിക്കാൻ വേറെ ആള് വേണ്ടി വന്നു. ഈ ചേച്ചിയുടെ ഒരു നേരത്തുള്ള സംസാരം അച്ഛനത് വിട്ടുകളഞ്ഞേ. രഘുവേട്ടൻ ഇത് കേട്ടിരുന്നെങ്കിൽ ചേച്ചി വിവരം അറിഞ്ഞേനെ. ഞങ്ങളിങ്ങോട്ട് വന്നത് എല്ലാവർക്കും വിഷമമായല്ലേ? ഏയ് അമ്പിളി ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല. അത് അങ്ങനെ ഒരു അവതാര. ഒരു ആക്സിഡന്റ് നടന്നതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് കേട്ടിരുന്നു. ആ കേസ് തന്നെയാണോ മോളേത്? അതെ. ഇന്ദ്രേട്ടന് ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള പണം കണ്ടെത്താനായിട്ടില്ല. 11 മണിയോ മറ്റോ ആണ് ലാസ്റ്റ് ടൈം. അത് കഴിഞ്ഞാൽ പോലീസ് സോനയെ അറസ്റ്റ് ചെയ്യും. പിടികൊടുത്ത ചിലപ്പോ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തെന്ന് വരും. ഞാനതിന് തയ്യാറായി വീട്ടിലേക്ക് പോയതാ. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അപ്പോഴാ സത്യേട്ടൻ അവിടെ വെച്ച് ഞങ്ങളെ നിർബന്ധിച്ചിറക്കിയത്. അതെന്തായാലും നന്നായി. ഇന്ദ്രന് എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി കേസ് ഒതുക്കി തീർക്കും. അതുവരെ നിങ്ങൾക്ക് ഇവിടെ കഴിയും. അതെ, ഇവിടെ നിങ്ങൾ വരുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. ആ ശരി അച്ഛാ. ചെല്ല്. സോനെ, മോൾക്ക് പാലൂടെ എടുത്തു വെക്കാം. ഉണരുമ്പോ കൊടുക്കാലോ. ഈ ഒരു അവസ്ഥയിൽ ഇന്ദ്രന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോ ഞാനും എല്ലാം കൈവിട്ട നിലയില്ല. അന്ന് വീട് വിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ എനിക്ക് ഇന്ദ്രനെ സഹായിക്കാൻ കഴിയായിരുന്നു. അത് മുടക്കിയതും ആന്റി തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാം അറിയാം മാഷെ. സത്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതൊക്കെ മറന്ന് ഇന്ദ്രേട്ടനെ സഹായിക്കാനുള്ള മനസ്സ് മാഷിനുണ്ടല്ലോ. എന്നെങ്കിലും ഇതൊക്കെ അമ്മയേട്ടനെ തിരിച്ചറിയും. ഈ പ്രശ്നത്തില് ഇപ്പൊ ഇന്ദ്രനെ സഹായിക്കാൻ സച്ചിക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മുടെ ഫിനാൻസ് കമ്പനിയിൽ ഗോൾഡ് ലോൺ മാത്രമാണ് കൊടുക്കുന്നത്.
കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയല്ല ഞാൻ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഒരു വിഷമഘട്ടം വരുമ്പോ അങ്ങനെ ഓർത്തു വെച്ച് പക വീട്ടുന്ന ആളൊന്നും അല്ല ഞാൻ. ഇങ്ങനെയൊരു സീരിയസ് പ്രശ്നത്തിന്റെ സീരിയസ്നെസ് ഞാൻ മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല, ദാസാർ ഇവിടം വരെ വന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ എന്നാൽ കഴിയുന്നൊരു സഹായം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. ഇന്ദ്രന്റെ കട പണയമായിട്ട് തന്നേര്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്യാം.